ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കപ്പ വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് 500 ഗ്രാം കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ നോർമലി കപ്പ വേവിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചധികം വേവിച്ചെടുക്കട്ടെ. അത് കാരണം നന്നായിട്ട് വേവിച്ച് ഉടയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. കപ്പ വെന്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് സവാള, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ പീസസ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് വെള്ളം മാർന്നു പോയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ അതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് വേണം കുരുമുളക് ബാക്കി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കുന്നില്ല, ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളിത് മിക്സാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളമൊന്നും ഇതിലേക്ക് ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ കപ്പ നന്നായിട്ട് വേവിച്ചുടച്ചതുകൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്ന അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ ഇതിലും നന്നായിട്ട് മിക്സാവും. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടി 1 കപ്പ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാറ്റ് മസാല ഉള്ളവർ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ കപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പ വേവിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ, നമുക്ക് അപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആയിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കപ്പൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. കാരണം നമ്മളിത് കപ്പ കൊണ്ടാണ് ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ വളരെ സിമ്പിളാണല്ലോ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.